യെശയ്യാവ് അധ്യായം 35. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോൻ്റെ മഹത്വവും കർമ്മേലിൻ്റെയും ശാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവിൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്തു തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. അവൻ അവരോടുകൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോകുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അധ്യായം 36. ഹിസ്കിയ രാജാവിൻ്റെ 14-ാം ആണ്ടിൽ അശൂർ രാജാവായ സൻഹേരീബ് യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്നു അവയെ പിടിച്ചു. അന്ന് അശൂർ രാജാവ് റബ്ശാക്കയെ ലാഖീഷിൽ നിന്ന് യെരൂശലേമിലേക്ക് ഹിസ്കിയ രാജാവിൻ്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടു കൂടെ അയച്ചു. അവൻ അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലത്തെ കുളത്തിൻ്റെ കൽപ്പാത്തിക്കരികെ നിന്നു. അപ്പോൾ ഹിൽക്കിയാവിൻ്റെ മകൻ എല്യാക്കീം എന്ന രാജധാനി വിചാരകനും രായസക്കാരൻ ശെബ്നയും ആസാഫിൻ്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവൻ്റെ അടുക്കൽ പുറത്തു ചെന്നു. റബ്ശാക്കെ അവരോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത്, അശൂർ രാജാവായ മഹാരാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു: നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ട് എന്നുള്ള വെറും വാക്ക് അത്രേ എന്ന് ഞാൻ പറയുന്നു. ആരെ ആശ്രയിച്ചിട്ടാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത്? ചതഞ്ഞ ഓടക്കോലായ മിസ്രയീമിലല്ലോ നീ ആശ്രയിച്ചിരിക്കുന്നത്. അത് ഒരുത്തൻ ഊന്നിയാൽ അവൻ്റെ ഉള്ളം കൈയിൽ തറച്ചുകൊള്ളും. മിസ്രയീം രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാകുന്നു. അല്ല, നീ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ, അവൻ്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടല്ലയോ യഹൂദയോടും യെരൂശലേമ്യരോടും നിങ്ങൾ ഈ യാഗപീഠത്തിൻ്റെ മുൻപിൽ നമസ്കരിപ്പിൻ എന്ന് കൽപ്പിച്ചത്? ആകട്ടെ, എൻ്റെ യജമാനനായ അശൂർ രാജാവുമായി വാത് കെട്ടുക. തക്ക കുതിരച്ചേവകരെ കയറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ 2000 കുതിരയെ നിനക്ക് തരാം. നീ പിന്നെ എങ്ങനെ എൻ്റെ യജമാനൻ്റെ എളിയ ദാസന്മാരിൽ ഒരു പടനായകനെയെങ്കിലും മടക്കും? രഥങ്ങൾക്കായിട്ടും കുതിരച്ചേവകർക്കായിട്ടും നീ മിസ്രയീമിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാൻ ഇപ്പോൾ ഈ ദേശം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ അതിൻ്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത്? യഹോവ എന്നോട് ഈ ദേശത്തിൻ്റെ നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എല്യാക്കീമും ശെബ്നയും യോവാഹും റബ്ശാക്കയോട്, അടിയങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ, അത് ഞങ്ങൾക്കറിയാം. മതിലിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. അതിന് റബ്ശാക്കെ, നിന്റെ യജമാനനോടും നിന്നോടും ഈ വാക്ക് പറവാനോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? നിങ്ങളോടുകൂടി സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിലിന്മേൽ ഇരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കലല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ റബ്ശാക്കെ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞതെന്തെന്നാൽ, മഹാരാജാവായ അശൂർ രാജാവിൻ്റെ വാക്ക് കേൾപ്പിൻ. രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു: ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. അവന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയുകയില്ല. യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും.
ഈ നഗരം അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത്. ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. അശ്ശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു: നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എൻ്റെ അടുക്കൽ പുറത്തു വരുവിൻ. നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിൻ്റെയും ഫലം തിന്നുകയും താന്താൻ്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളുവിൻ. പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളും ഉള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. ജാതികളുടെ ദേവന്മാരിൽ ആരെങ്കിലും തൻ്റെ ദേശത്തെ അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? ഹമാത്തിലെയും അർപ്പാദിലെയും ദേവന്മാർ എവിടെ? സെഫർവയീമിലെ ദേവന്മാരും എവിടെ? അവർ ശമരിയെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? യഹോവ യെരൂശലേമിനെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരുത്തൻ തൻ്റെ ദേശത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുവോ? എന്നാൽ ജനം മിണ്ടാതിരുന്നു, അവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല. അവനോട് ഉത്തരം പറയരുതെന്ന് രാജകൽപ്പന ഉണ്ടായിരുന്നു. ഹിൽക്കിയാവിൻ്റെ മകൻ എല്യാക്കീം എന്ന രാജധാനി വിചാരകനും രായസക്കാരൻ ശബ്നയും ആസാഫിൻ്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിൻ്റെ അടുക്കൽ വന്നു റബ്ശാക്കയുടെ വാക്ക് അവനോട് അറിയിച്ചു. അധ്യായം 37. ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. പിന്നെ അവൻ രാജധാനി വിചാരകൻ എല്യാക്കീമിനെയും രായസക്കാരൻ ശബ്നയെയും പുരോഹിതന്മാരിൽ മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ്റെ അടുക്കൽ അയച്ചു. അവർ അവനോട് പറഞ്ഞത്: ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു: ഇത് കഷ്ടവും ശാസനയും നിന്ദയും ഉള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റബ്ശാക്കയെ അവൻ്റെ യജമാനനായ അശ്ശൂർ രാജാവ് അയച്ച് പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. ഹിസ്കിയ രാജാവിൻ്റെ ഭൃത്യന്മാർ യെശയ്യാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യെശയ്യാവ് അവരോട് പറഞ്ഞത്: നിങ്ങൾ നിങ്ങളുടെ യജമാനനോട് പറയേണ്ടുന്നത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അശ്ശൂർ രാജാവിൻ്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കു നിമിത്തം ഭയപ്പെടേണ്ട. ഞാൻ അവന് ഒരു മനോവിഭ്രമം വരുത്തും. അവൻ ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനെ അവൻ്റെ സ്വന്ത ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും. റബ്ശാക്കയെ മടങ്ങിച്ചെന്ന് അശ്ശൂർ രാജാവ് ലിബ്നയുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു. അവൻ ലാക്കീഷ് വിട്ടുപോയി എന്ന് അവൻ കേട്ടിരുന്നു. എന്നാൽ കൂശ് രാജാവായ തിർഹാക്ക തൻ്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ ഹിസ്കിയാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങൾ യഹൂദ രാജാവായ ഹിസ്കിയാവോട് പറയേണ്ടത്: യെരൂശലേം അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കളകയില്ല എന്ന് നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത്. അശ്ശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളോടും ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ. നീ വിടുവിക്കപ്പെടുമോ? ഗോസാൻ, ഹാരാൻ, രേസഫ, തലസോരിലെ ഏദേന്യർ എന്നിങ്ങനെ എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചു കളഞ്ഞ ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ? ഹമാത്ത് രാജാവും അർപ്പാദ് രാജാവും സെഫർവയീം പട്ടണം, ഹേന, ഇവ എന്നിവയ്ക്ക് രാജാവായിരുന്നവനും എവിടെ? ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തു. ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഇസ്രയേലിൻ്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. യഹോവേ, ചെവി ചായിച്ച് കേൾക്കണമേ. യഹോവേ, തൃക്കണ്ണ് തുറന്നു നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ ആളയച്ചിരിക്കുന്ന സൻഹേരീബിൻ്റെ വാക്കൊക്കെയും കേൾക്കണമേ. യഹോവേ, അശ്ശൂർ രാജാക്കന്മാർ സർവ്വജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കി അവരുടെ ദേവന്മാരെ തീയിൽ ഇട്ടുകളഞ്ഞത് സത്യം തന്നെ. അവ ദേവന്മാരല്ല, മനുഷ്യരുടെ
കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ. ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവ എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. ആമോസിൻ്റെ മകനായ യെശയ്യാവ് ഹിസ്കിയാവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചതെന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ അശ്ശൂർ രാജാവായ സൻഹേരീബ് നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് യഹോവ അരുളി ചെയ്ത വചനം ആവിത്: സിയോൻ പുത്രിയായ കന്യക നിന്നെ നിന്ദിച്ചു പരിഹസിക്കുന്നു. യെരൂശലേം പുത്രി നിന്റെ പിന്നാലെ തലകുലുക്കുന്നു. നീ ആരെയാകുന്നു നിന്ദിച്ച് ദുഷിച്ചത്? ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ഒച്ച പൊക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്? ഇസ്രയേലിൻ്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെയല്ലോ. നിന്റെ ഭൃത്യന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ചു. എൻ്റെ അസംഖ്യ രഥങ്ങളോട് കൂടെ ഞാൻ മലമുകളിലും ലെബാനോൻ്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു. അതിലെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സരള വൃക്ഷങ്ങളും ഞാൻ മുറിക്കും. അതിൻ്റെ അറ്റത്തെ കൊടുമുടി വരെയും അതിൻ്റെ ചെഴിപ്പുള്ള കാടുവരെയും ഞാൻ കടന്നു ചെല്ലും. ഞാൻ വെള്ളം കുഴിച്ചെടുത്ത് കുടിക്കും. എൻ്റെ കാലടികളാൽ മിസ്രയീമിലെ സകല നദികളെയും വറ്റിക്കും എന്ന് പറഞ്ഞു. ഞാൻ പണ്ടേ അതിനെ ഉണ്ടാക്കി, പൂർവ്വകാലത്ത് തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടിട്ടില്ലയോ? നീ ഉറപ്പുള്ള പട്ടണങ്ങളെ മുടിച്ച് ശൂന്യ കൂമ്പാരങ്ങളാക്കുവാൻ ഞാൻ ഇപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വിരണ്ട് അമ്പരന്നു പോയി. അവർ വയലിലെ പുല്ലും പച്ചച്ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരും മുമ്പേ കരിഞ്ഞുപോയ ധാന്യവും പോലെയായി തീർന്നു. എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എൻ്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു. എൻ്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്ത് കൊണ്ടും നിന്റെ അഹങ്കാരം എൻ്റെ ചെവിയിൽ എത്തിയിരിക്ക കൊണ്ടും ഞാൻ എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എൻ്റെ കടിഞ്ഞാൺ നിന്റെ അധരങ്ങളിലും ഇട്ട് നീ വന്ന വഴിക്ക് തന്നെ നിന്നെ മടക്കി കൊണ്ടുപോകും. എന്നാൽ ഇത് നിനക്ക് അടയാളമാകും: നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും 2-ാം ആണ്ടിൽ താനെ കിളർത്ത് വിളയുന്നതും തിന്നും. 3-ാം ആണ്ടിൽ നിങ്ങൾ വിതച്ച് കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും. യഹൂദാഗൃഹത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. ഒരു ശേഷിപ്പ് യെരൂശലേമിൽ നിന്നും, ഒരു രക്ഷിതഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ അനുഷ്ഠിക്കും. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരമ്പ് അവിടെ എയ്യുകയുമില്ല. അതിൻ്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിനെതിരെ വാട കോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും, ഈ നഗരത്തിലേക്ക് വരികയുമില്ല. എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശ്ശൂർ രാജാവായ സൻഹേരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവേയിൽ പാർത്തു. എന്നാൽ അവൻ തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവൻ്റെ പുത്രന്മാരായ അദ്രമ്മേലേക്കും ഗരേസരും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് അരാരാത്ത് ദേശത്തേക്ക് ഓടിപ്പോയിക്കളഞ്ഞു. അവൻ്റെ മകനായ ഏസർ ഹദ്ദോൻ അവന് പകരം രാജാവായി തീർന്നു.